ജില്ലയിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിഹാര നടപടികൾ കൈക്കൊള്ളുന്നതിൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് UDF-ഉം LDF-ഉം എന്ന് BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. വന്യജീവി ആക്രമണം തടയുന്നതിൽ LDF സർക്കാർ പരാജയപ്പെട്ട സ്ഥലത്ത് പിന്നീട് അധികാരത്തിലെത്തിയ UDF സർക്കാരിനും കാര്യമായി ഒന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ UDF ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കട്ടപ്പനയിൽ കൂട്ടിച്ചേർത്തു. UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവരുടെ വലിയ വാഗ്ദാനമായിരുന്നു അധികാരത്തിൽ വന്നാൽ ഉടൻ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോ പുതിയ വനമന്ത്രി കഴിഞ്ഞ ദിവസം ചിന്നക്കനാലിലെ ഒരു സ്ത്രീ ആന ചവിട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇറക്കിയ പ്രസ്താവനയും ആ പ്രതികരണമൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് പുറത്തുവച്ചിട്ടുള്ളത്. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഇവർ രണ്ടുപേരും ഈ UDF-ഉം LDF-ഉം ഇങ്ങനെ ജില്ലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുള്ള പരിഹാരം എന്ന നിലയിൽ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇലക്ഷൻ സമയത്ത് എല്ലാം വലിയ വാഗ്ദാനങ്ങളായിരുന്നു. ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങളൊക്കെ അധികാരത്തിൽ വന്നാൽ ഉടൻ പരിഹരിക്കും എന്ന് പറഞ്ഞായിരുന്നു വന്നത്. പക്ഷെ ഏത് പ്രശ്നത്തിനാണ് പരിഹാരം കാണാനായിട്ട് ഇതുവരെ തുനിഞ്ഞിട്ടുള്ളത്? ഇതെല്ലാം വാഗ്ദാനം ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. ഇപ്പം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തില് ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കാതലായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിപാടിയോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണാനായിട്ട് ഇവർക്ക് രണ്ടു കൂട്ടർക്കും UDF-നും സാധിച്ചിട്ടില്ല, നേരത്തെ LDF അതിന് ശ്രമിച്ചിട്ടുമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ.